പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരുമെന്നാണ് ട്രംപിൻ്റെ നിലപാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ബെഞ്ചമിൻ നെതന്യാഹു അതിനോട് യോജിച്ചതും കരുതി. പക്ഷേ ഇപ്പോഴും സംഭവിക്കുന്നത് ഗസയുടെ കാര്യത്തിൽ, വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഇസ്രയേൽ നടത്തുന്ന കടുംപിടുത്തം, ഇതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് JD വാൻസിനെയും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും അയച്ചുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രം. ചുരുക്കം പറഞ്ഞാൽ പലസ്തീനിലും ഇസ്രയേലിലും സമാധാനം എന്നുള്ളത് വീണ്ടും വിദൂര സ്വപ്നമാണോ? അത് ഒരു പൂർണ്ണ സമാധാനം എനിക്ക് സമീപ ഭാവിയിലൊന്നും പശ്ചിമേഷ്യയിൽ വരില്ല. ഇപ്പം തന്നെ യുദ്ധം നിർത്തിയതിൻ്റെ പ്രഖ്യാപനം വന്നു. ട്രംപ് ഇസ്രയേൽ പാർലമെൻറ്റിലൊന്ന് അഭിസംബോധന ചെയ്തു, വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. അതിനുശേഷം തന്നെ ഇസ്രയേൽ ഗസയിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ എത്ര പേര് മരിച്ചു? ഇപ്പോഴും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹമാസും അവിടെ കിട്ടുന്ന സമയത്ത് ആൾക്കാരെ നിരത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പശ്ചിമേഷ്യയിലെ അവസ്ഥ എടുത്ത് നോക്കുക, യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള പശ്ചിമേഷ്യയിലെ അവസ്ഥ എടുത്ത് നോക്കുക. എന്താണ് വളരെ ഒരു ലളിതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചു. അവരെവിടെ വേണമെങ്കിലും കയറി അടിക്കും. ഇപ്പം ഖത്തറിൻ്റെ പശ്ചിമേഷ്യയിലുള്ള ഏറ്റവും വലിയ അമേരിക്കയുടെ ബേസാണ് ഖത്തർ, ഇല്ലേ? അമേരിക്കൻ സൈന്യങ്ങളും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഖത്തറിൻ്റെ സുരക്ഷയ്ക്കും കൂടിയാണ് അവർ നിൽക്കുന്ന സാധനം. ഖത്തറിൻ്റെ ഏറ്റവും അവരുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിന് കൊണ്ടുപോയി ഇസ്രയേൽ അടിച്ചു. ഈ അടിക്കുന്നത് അമേരിക്ക അടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അമേരിക്കയാണ് ഇത് ചെയ്യുന്ന സാധനം. അമേരിക്കയുടെ താല്പര്യമാണ്. അമേരിക്കയുടെ സെൻട്രൽ ഏഷ്യ ആൻഡ് വെസ്റ്റ് ഏഷ്യ ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഹിഡൻ അജണ്ട. അതിപ്പോൾ വെസ്റ്റ് ഏഷ്യയുടെ ഏതാണ്ട് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കയ്യിലെത്തി. അമേരിക്കയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് നെതന്യാഹു. നമുക്ക് തെറ്റിദ്ധാരണയുടെ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാനിൽ യുദ്ധം അവസാനിപ്പിച്ചു, 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചാൽ ഒന്ന് ഇറാനിലെ യുദ്ധം അവസാനിപ്പിച്ചതാണ്. ഇറാനിലെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ അടിച്ചു തരാണ്? അമേരിക്കയല്ലേ, അല്ലേ? അമേരിക്കയാണ് ഇറാനിൽ അടിച്ചത്, അല്ലാതെ ഇറാൻ കയറി അടിച്ചതില്ല. ഇസ്രായേലിലെയും അടിച്ചില്ല. ആദ്യം ഇസ്രായേൽ തുടങ്ങി വെച്ചു, പിന്നീട് വന്നിട്ട് തുരുതുര വന്ന് ട്രംപ് അടിച്ചു, അല്ലേ? അപ്പോൾ ഇപ്പോൾ നോക്കുക, ഇറാൻ, ഖത്തർ, അവിടെയുള്ള അറബ് രാജ്യങ്ങളിലെ മിക്കവാറും എല്ലാത്തിലും അമേരിക്കയുടെ എയർബേസ് ഉണ്ട്, അല്ലേ? കുവൈറ്റ് ആണെങ്കിലുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇപ്പോഴാണ് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയത് ഈ അമേരിക്കയെ ഇനി ഒഴിച്ചുവിടാൻ പ്രയാസമാണ്. തങ്ങൾക്കാണെങ്കിൽ അമേരിക്കയുടെ ഇതില്ലാതെ രക്ഷയും നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വന്നു. അമേരിക്കയുടെ പ്രസൻസാണ് ഇസ്രയേൽ. അപ്പോൾ അമേരിക്ക തങ്ങളുടെ ത്രെട്ടാണ് എന്നുള്ള സംഗതി അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ വരട്ടാൻ എന്നുള്ള രീതിയിൽ പാകിസ്ഥാനുമായിട്ട് വന്ന് സൗദി അറേബ്യ കൈകോർത്ത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലൊരു ന്യൂക്ലിയർ ഇരിപ്പുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനിപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, പാകിസ്ഥാന് സാമ്പത്തിക സഹായം കൂടെ കിട്ടും. സാമ്പത്തിക സഹായം കിട്ടും. കാരണം വെച്ചാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആയി. കാര്യം വെച്ചാൽ അമേരിക്ക ഇപ്പം ഇസ്രയേൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേലിൽ നിന്ന് ഈ ഖത്തറിൽ പോയി വീണ ആയുധങ്ങളും ഖത്തറിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഒരു പുരയിൽ നിന്ന് വന്ന സംഗതികളാണ്. അമേരിക്കൻ ഫോഴ്സാണ് ഖത്തറിലുള്ളത്. ആ ഖത്തറിലുള്ള അമേരിക്കൻ ഫോഴ്സ് എന്തുകൊണ്ട് ഖത്തറിൻ്റെ അവിടെയുള്ള അമേരിക്കൻ സംവിധാനങ്ങൾ ഈ ഇസ്രായേൽ അയച്ച മിസൈലിന് നിർവീര്യമാക്കിയില്ല? ഇപ്പം ഈ ഖത്തർ ഈ പണമെല്ലാം കൊടുത്തിട്ട് ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ അമേരിക്കൻ ബേസിനെ അല്ലെങ്കിൽ അമേരിക്കൻ എയർബേസ് അവിടെ കൊടുത്തിരിക്കുന്ന ഉദ്ദേശം അവരുടെ സുരക്ഷ ഉദ്ദേശിച്ചിട്ടല്ലേ, അല്ലേ? എന്തുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വന്ന മിസൈലിനെ അവർക്ക് നിർവീര്യമാക്കാൻ പറ്റിയില്ല? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അവർ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അതിനുശേഷം അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു. ഈ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുകയും അവരുടെ സുരക്ഷയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർക്ക് പലസ്തീൻ വിഷയമായില്ല. അവിടെയാണ് ഇതിൻ്റെ ഈ പൊളിറ്റിക്സ് കിടക്കുന്നത്, അമേരിക്കയുടെ തന്ത്രങ്ങൾ കിടക്കുന്നത് അവിടെയാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അറബ് രാജ്യങ്ങളുടെ മുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം അമേരിക്ക സ്ഥാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ സിമ്പലാണ്, പ്രതീകമാണ് ഇസ്രയേൽ എന്നുള്ളത്. ഇനി ടോണി ബ്ലെയർ തയ്യാറാക്കിയ പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. ടോണി ബ്ലെയർ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനികളുടെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെയും എല്ലാം ഉപദേഷ്ടാവും കൂടെയാണ് ടോണി ബ്ലെയർ.
അപ്പോൾ ടോണി ബ്ലെയറും ട്രംപും തമ്മിലുള്ള സൗഹൃദമാണ് ഈ കരാറിലേക്ക് വന്നത്. അപ്പോൾ ടോണി ബ്ലെയർ തയ്യാറാക്കിയ അതേ സംഗതി തന്നെയാണ് ഈ ഇദ്ദേഹം കൊണ്ട് അവതരിപ്പിച്ച 20 ദിന പരിപാടി. ഇനിയിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സമിതി ഉണ്ടാക്കിയിട്ട് അവിടെ ഈ ടോണി ബ്ലെയറിനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഗസ അല്ലെങ്കിൽ ഗസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വെസ്റ്റ് ബാങ്ക് വേണം, ഇതാണ് തീരുമാനിക്കുന്നത്. അവിടുത്തെ പാർലമെൻറ്റിൽ ഒരു കരട് ബില്ല് ഏതാണ്ട് പാസ്സാക്കി. അതിനനുസരിച്ച് ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ പിടിച്ചെടുക്കാം. പക്ഷേ വളരെ തന്ത്രപരമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടി, ലിക്വിഡ് പാർട്ടി അതിൽ ഇടപെട്ടിട്ടില്ല. കാരണം ഇവരെല്ലാം കൂടെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതിനകത്തേക്ക് വരാമെന്ന്. പക്ഷേ JD വാൻസ് കൃത്യമായിട്ട് പറയുന്നു, ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ടാണെങ്കിൽ മണ്ടത്തരമായ രാഷ്ട്രീയ സ്റ്റണ്ടെന്ന് നിങ്ങൾക്ക് പിന്നീട് വിലയിരുത്തേണ്ടി വരും എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് ഇവർക്കൊപ്പം ചേരാൻ പറ്റില്ല. മാത്രമല്ല അറബ് രാജ്യങ്ങളും പറഞ്ഞു, കാരണം ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ ഉടമ്പടിയുമായിട്ട് ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ ഇവിടെ ഇപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെ IDF പിൻവാങ്ങുന്നോ അവിടെയെല്ലാം തന്നെ ഈ ഹമാസ് പിന്നെയും വരുന്നു. ഹമാസ് പിന്നെയും ആളുകളെ റിക്രൂട്ട് ചെയ്തതിൻ്റെ രേഖകളടക്കം ഈ JD വാൻസിന് മുമ്പിൽ അവർ വെക്കുകയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. ഹമാസിനെ നിരായുധീകരിക്കാൻ ഇപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ട് പറ്റുന്നില്ല, അമേരിക്ക അന്ത്യശാസനം കൊടുത്തിട്ട് നടക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീണ്ടും ഇസ്രായേൽ, അതായത് IDF ഇനി അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം ജീവനുള്ള ബന്ദികളെല്ലാം തിരിച്ചു കിട്ടി. അങ്ങോട്ടേക്ക് കടുത്ത ആക്രമണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടെ വേണമെങ്കിൽ? അല്ല, ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ വെസ്റ്റ് ഏഷ്യയിൽ കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് പ്രസക്തിയില്ല. അപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ട് എത്തിച്ചിടുക എന്നുള്ളത് അമേരിക്കയുടെ സ്ട്രാറ്റജിയാണ് സാർ. ഇത് ഇസ്രായേലിൻ്റെ ഇപ്പോൾ നമ്മൾക്ക് JD വാൻസ് നെതന്യാഹുവിനെ എന്താ പറയുക എതിർത്തിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഈ നിലപാടിനോടൊക്കെ കർശനമായ വിമർശനം നടത്തിയിരിക്കുകയാണെന്നൊക്കെ ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ളൊരു സമയം തന്നെ തോന്നാം. അതല്ല എൻ്റെ പിന്നിലുള്ള അമേരിക്കയുടെ ഇൻട്രസ്റ്റാണ്. കാരണം വെസ്റ്റ് ഏഷ്യയിൽ സ്ഥിരം കോൺഫ്ലിക്റ്റ് നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇസ്രായേലിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. ആ ഇസ്രായേലിലൂടെ ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ഇപ്പം നമ്മുടെ ഈ സെൻട്രൽ ഏഷ്യയിലെ താല്പര്യങ്ങൾക്കും എല്ലാം ഇതെല്ലാം കണക്റ്റഡാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിനെ കയറി പാകിസ്ഥാൻ അടിക്കാൻ കാരണം എന്താണ്? അത് സെൻട്രൽ ഏഷ്യയിലുള്ള അടുത്ത വെസ്റ്റ് ഏഷ്യ ഓക്കെ ആയി. വെസ്റ്റ് ഏഷ്യ നമ്മൾ അവരുടെ കയ്യിൽ അമേരിക്കയുടെ കയ്യിലേക്ക് വന്നു. ഇപ്പം സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എയർബേസാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. അതായത് സോവിയറ്റുകാർ ഉണ്ടാക്കിയ എയർബേസാണ്. പിന്നീട് അമേരിക്ക ഇത് ടേക്ക് ഓവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ലോകത്തിലെ ഏറ്റവും വലിയ സജ്ജീകരണങ്ങളുള്ള എയർബേസ് ആക്കി മാറ്റി. അപ്പോൾ ഈ പാകിസ്ഥാനെ കൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ കുട്ടിക്കുറങ്ങാണല്ലോ, എന്തുകൊണ്ടും വാരിക്കുക. പാകിസ്ഥാനെ കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ബാഗ്രാം എയർബേസ് ഇവർക്ക് തിരിച്ചു വേണം, ട്രംപിന് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെൻട്രൽ ഏഷ്യ ഇനി അടുത്ത ഒരു വെസ്റ്റ് ഏഷ്യയുടെ ഒരു അജണ്ട കഴിഞ്ഞു, അതിന് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് ഇനി സെൻട്രൽ ഏഷ്യയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റ് നിലനിന്ന് കഴിഞ്ഞ് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയുടെ എക്കോണമി ഇത് വരും. ഉദാഹരണത്തിന് റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം അവരുടെ GDPയുടെ 4% അവരുടെ ആയുധ വിൽപ്പനയിലെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കൂടിയത്. അമേരിക്കയുടെ ഒന്ന് ആലോചിച്ച് നോക്കണം, വിശേഷിച്ച് അതിനകത്ത് ലോക്ക് ഹീൽഡിൻ്റെ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിലൂടെയാണ് അമേരിക്കൻ എക്കോണമിയുടെ നിലനിൽപ്പെന്ന് പറയുന്ന സാധനം. അതുകൊണ്ടാണ് ഒരു ലോകം മുഴുവൻ കോൺഫ്ലിക്റ്റ്. ആ ജെഫ്രി സാക്സിൻ്റെ സ്പീച്ചസ് ഒക്കെ നോക്കിയാൽ മതി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറല്ലേ അദ്ദേഹം. ഈ UN-ലോട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഒരിക്കലും ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ അമേരിക്കയുടെ ഈ ഡോമിനൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും വെസ്റ്റ് ഏഷ്യയിലെ കോൺഫ്ലിക്റ്റ് അവസാനിക്കത്തില്ല. പുതിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ സെൻട്രൽ ഏഷ്യ, ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ മെനഞ്ഞാന്ന് 2 ദിവസത്തേക്ക് മുമ്പ് $9 ബില്യൺ, അതായത് 79,000 കോടി രൂപയുടെ ഡിഫൻസ് ബൂസ്റ്റിന് സാങ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് 4 ഈ ഡോക്ക് മറ്റേ വാഹനങ്ങൾ, മറ്റേ അന്തർവാഹിനികൾ, മറ്റേ വയ്ക്കുന്ന കപ്പലുകൾ, അതിന് 40% അതിനുവേണ്ടി തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ ഈ സ്വാം ഡ്രോൺസ് സംഘടിപ്പിക്കുന്നതിന്. അപ്പോൾ ഇതിനെല്ലാം 79,000 കോടിയാണ്. അതിൻ്റെ ഒരു വലിയൊരു അംശം നമ്മുടെ മിക്കവാറും കൊച്ചി ഷിപ്പ് യാർഡിലേക്ക് വന്നിരിക്കും. കാര്യം ഷിപ്പ് യാർഡിൻ്റെയൊക്കെ പ്രൈസ് അതിനുശേഷം 1.6% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകാൻ കാരണം എന്താണ്? ഈ സംഗതികളുടെ ഈ ഗ്ലോബൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്ലോബൽ ആ ഒരു ചേഞ്ചിൻ്റെ അതല്ലെങ്കിൽ ആ ഭീഷണികൾ ഉയർത്തുന്ന മുന്നിൽ കാണുന്ന ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഇത് വർദ്ധിപ്പിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഒരിക്കലും
വെസ്റ്റ് ഏഷ്യയിൽ അവസാനിക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.